അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ഫലമായി കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന ഈ വെളുപ്പാങ്കാലത്തിൽ നിന്ന് പ്രാർത്ഥന കൂടുന്ന, അല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, ചില സമയത്ത് ചിലർക്ക് രോഗികൾ താമസമൊക്കെ പോകും എഴുന്നേക്കാൻ. ഇപ്പോൾ കൂടുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ 5:30 കൂടാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും തടിയെ ജീവനുള്ളവരെല്ലാം ആ സമയം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കണം. അപ്പം ചിലപ്പോൾ വിമാനത്തിലൊക്കെ ആയിപ്പോവും ആ സമയത്ത്, അല്ലെങ്കിൽ വാഹനത്തിലായിപ്പോവും. അപ്പോൾ ആ ഒരു എക്സെപ്ഷൻ ചിലപ്പോൾ ഉണ്ടാകും. അപ്പം നമുക്ക് പറ്റുന്ന സമയത്താണ് കൂടുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. കർത്താവ് ആ സമയത്ത് എപ്പോൾ കൂടിയാലും അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഒരു സന്ധിപ്പുള്ളൂ. നീയാണ് വഴി, നീയാണ് വാതിൽ. നിന്നിലൂടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമായി അടിയറ വെച്ചിരിക്കുകയാണ്. കർത്താവേ, ശാരീരികമായി തളർന്നു കിടക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗാതുരത പനി പിടിച്ചിരിക്കുന്നവരും, കടലിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്തവരും, പൊങ്ങിയിട്ട് നീരും വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, വേദന ഉള്ളവരുണ്ട്. അവരെല്ലാം ദൈവമേ സ്പർശിക്കണമേ. കർത്താവേ, എവിടെ പോകാനാണെന്നും വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അവർ പോകുന്ന കാര്യങ്ങൾ നടക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിന് പ്രയാസമുണ്ട്. ദൈവം, എങ്കിലും ഞാൻ അവരെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുകയാണ്. അവർ പോകും ദൈവമേ. അവിടെ കൂടെ അമ്മയെ, പരിശുദ്ധമ്മേ, അമ്മ പോകണം. സഞ്ചാരി മാതാവേ, അവിടെ കഴിവ് കൊണ്ടല്ല, അവരെടുത്ത ഉടമ്പടിയുടെയും അവർ ഇത്രയും നാൾ അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലും ആധാരത്തിലും, ഓ ദൈവമേ, തന്നെ പറയാൻ കഴിവില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, പലതരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ജീവിക്കുന്നവരവിടെ എല്ലാം കർത്താവേ
നീ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, മുതിർന്നവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വലിയ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓരോരോ തരത്തിലുള്ള പരീക്ഷ, PhD-ക്കാർ, അവിടെ വൈവകൾ, അവിടെ പ്രസൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഓരോരോ മേഖലകളിൽ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞവർ, ആ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവേ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത്തിരി പഠിച്ചാൽ മതിയായിരുന്നു, ഇത്തിരി കിട്ടിയാലെന്നൊക്കെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാൻ, കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവമേ, കുഞ്ഞുങ്ങളുടെ മക്കളുടെ കഴിവിനേക്കാൾ ഉപരി നിൻ്റെ കൃപ കൊണ്ട് അവർക്ക് സമർത്ഥമായ മാർക്ക് കിട്ടി അവർ പിടിച്ചു കയറാനുള്ള കഴിവ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ, വിൽക്കാത്ത തോട്ടങ്ങൾ, വിൽക്കാത്ത പാടങ്ങൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ വിറ്റുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ, ഓരോരോ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ, കടകമ്പോളം നടത്താൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ, പുതുതായിട്ട് സംരംഭം ആരംഭിക്കാൻ പോകുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, യാത്ര ചെയ്യുന്നവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, യാത്രയ്ക്ക് വേണ്ട രേഖകൾ ക്രമീകരിക്കുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരെങ്കിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ 7 ദിവസത്തിനുള്ളിൽ നിൻ്റെ വിഷയത്തിന് മേൽ തീരുമാനം ഉണ്ടാകും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ മേരി തോമസ്, ലക്ഷ്മി തോമസിൻ്റെ ഒരു കഥ പറഞ്ഞില്ലേ, സാക്ഷ്യം, അതിപ്പോൾ അപ്പ് ചെയ്യുന്നുണ്ട്, നോക്കിയേക്കണം, നല്ല സാക്ഷ്യമാണ്. അതിൻ്റെ കുറേ ഘടനകളുണ്ട്, ഉടമ്പടിയുടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്ന്, ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ലേ, അവർക്ക് നടുവേദനയാണെന്ന് പറഞ്ഞില്ലേ, മാറാത്ത വർഷങ്ങളുടെ നിങ്ങളുടെ നടുവേദന, അനങ്ങാൻ പാടില്ല. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ലേ, അവർ എഴഞ്ഞാണ് ബാത്റൂമിലൊക്കെ പോയത്, തിരിച്ചെഴഞ്ഞൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് ഇവർ ചെയ്യണ കാര്യങ്ങളെല്ലാം ഭയങ്കര രസമാണ്. ഇവർ ഒരു TV-യിൽ മുറിയൊക്കെ അടച്ചിട്ട് അച്ഛൻ്റെ ധ്യാനമില്ലേ, ധ്യാനം, ഈ ആദിവാസ ധ്യാനം, ചൊവ്വാഴ്ച ഉള്ള ധ്യാനം എല്ലാവരും കൂടണമെന്ന് നിർബന്ധമല്ലേ, ഉടമ്പടിയിൽ അത് മൻഡേറ്ററിയാണ്. കാര്യം ആ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കണത്, നമുക്ക് സൗഖ്യം ലഭിക്കണത്. എത്രയോ പേരെ സൗഖ്യം പറയണത്, അത് എത്രയോ പേരാണ് ആ വചനത്തിൽ അപ്ഡേഷൻസ് കിട്ടണത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ധ്യാനം മുടക്കിയതിന് ശേഷം പിന്നെ ഉടമ്പടി പുരോഗമിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓർക്കണ തിരികെ എത്തിച്ചിട്ട് രാവിലെ വൈകിട്ടും തിരികെ എത്തിക്കുമ്പോൾ എല്ലാം ശരിയാവുന്നതാണ്, ഒന്നും ശരിയാകത്തില്ല. കാരണം നിങ്ങൾ പറഞ്ഞതാണ് അവിടെ വെച്ച്, ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കുന്നത്, ഉടമ്പടിയുടെ എല്ലാ വചനങ്ങളും ഞാൻ കൂടിക്കൊള്ളാം. അങ്ങനെ ഉടമ്പടി ജീവിക്കുന്നവരാണ്. ഉടമ്പടി ചുമ്മാ സിഗത്തിക്കലായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ കണ്ണിപ്പൊടിയിട്ട് എന്തെങ്കിലും അനുഗ്രഹം അടിച്ചു മാറ്റാൻ നോക്കണം. അതൊക്കെ അങ്ങനെയുള്ളവർക്കൊന്നും അതൊന്നും ശരിയാകത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്. എന്നിപ്പോൾ പറയാൻ കാര്യം അറിയാമോ, ഇവർ പള്ളിയിൽ നമ്മൾ ധ്യാനം കൂടുന്ന പോലെ കുളിച്ച് ഒരുങ്ങി ശിരോവസ്ത്രമൊക്കെ ധരിച്ചാണ് ഇവർ ഉടമ്പടി ധ്യാനം കൂടുന്നത്. പക്ഷേ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച വീട്ടിൽ മുറി അടച്ചിട്ട് പള്ളിയിൽ ഇരുന്ന് ധ്യാനം കൂടുന്ന പോലെ അത്രയും ശ്രദ്ധയോടെയും ഭവ്യതയോടെയും പ്രാർത്ഥനയോടെയും കൂടിയാണ് അവർ കൂടുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവർ ധ്യാനം കൂടുന്ന ദിവസമായിരിക്കും ഇവർ നടുവിൻ്റെ വേദന കലശലാകണത്. ധ്യാനം കൂടുതൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, ധ്യാനം കൂടുന്ന ദിവസം ഭയങ്കര കലശലാകും വേദന. അപ്പോൾ അത് 5-6 ആഴ്ച ആവർത്തിച്ചപ്പോഴേ ഇവർക്കൊരു സംശയമായി, എന്താ ധ്യാനമാണ്, ധ്യാനം കൂടുന്നതാണോ ഇപ്പോൾ പണി കേൾക്കണത്, എനിക്ക് ഇറങ്ങാൻ പാടില്ല, ധ്യാനം കൂടുന്നതാണ് വേദന കൂടാൻ കാരണം. അപ്പോൾ അവരുടെ ഉള്ളിലൊരു കലക്കം വന്നു അല്ലേ. അപ്പം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ പെട്ടെന്ന്, എൻ്റെ കുഞ്ഞുങ്ങൾ അപ്പോൾ പരിശുദ്ധാത്മാവ് കലക്കത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് അവളെ സഹായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രശ്നം എന്താണ്, ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പെന്തക്കോസ്ത ദിവസം വരെ പറയണത്. പരിശുദ്ധാത്മാവ് അവരുടെ സത്യസന്ധമുള്ള ലേഡിയല്ലേ, അവർ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോളെ നീ അങ്ങനെ കലങ്ങേണ്ട കാര്യമില്ല, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടല്ലോ, നീ അതെന്തുകൊണ്ടാണ് ഇത്രയും വിശ്വാസമുള്ളത്, നീ എന്തുകൊണ്ട് ഉടമ്പടി തൈലം വിശ്വാസത്തിൽ പ്രയോഗിച്ച് നിൻ്റെ നടുവിനെ പെരുട്ടാത്തത്, നീ എടുത്ത് പെരുട്ടിക്കേ, അപ്പം അടയാളം കാണുമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ബോധം വന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സത്യമാണെങ്കിൽ ചിലർക്ക് ബോധമില്ലല്ലോ. ഉടമ്പടി ഒരു ബോധമാണ്, എല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടാകും, പക്ഷേ ബോധം ഉണ്ടാകത്തില്ല. ഉടമ്പടി എന്ന് പറഞ്ഞൊരു ബോധമാണ്. ഇവർക്ക് അപ്പോഴാണ് ബോധം വന്നത്. ഇവർ ഉടമ്പടി തരും നടുവെ പെരട്ടി, ഇന്നലെ ഞാൻ പറഞ്ഞതാണ് അവർ സൗഖ്യപ്പെട്ട കാര്യം. പിന്നെ വന്നിട്ടില്ല രോഗം, അതല്ല പ്രശ്നം. ഇവരുടെ കലക്കത്തിൻ്റെ കാരണം എന്താണ്, ഞാൻ ഇത്രയും കൃത്യമായിട്ട് ഉടമ്പടി ചെയ്തിട്ടും പിന്നെ മനസ്സിലൊരു കലക്കമുണ്ട്. എന്താണ്, അവിശ്വാസത്തിൻ്റെ ഒരു അരൂപി ഉള്ളിൽ കിടകൊണ്ടാവും. നമ്മൾ ഭയങ്കര കടുത്ത വിശ്വാസിയാണ് നീ എന്ന് പറഞ്ഞാലും
ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത കാര്യം അവിശ്വാസത്തിൻ്റെ ഒരു അരൂപി. ഇപ്പോൾ ഈ നമ്മുടെ ഈ ആലപ്പുഴ, ഞാൻ ഇപ്പോൾ ആലപ്പുഴക്കാരനാണല്ലോ, ആലപ്പുഴ സെമിനാരി പഠിക്കിയതാണ്. ഞങ്ങളുടെ വയനാട് സെമിനാരി അവിടെ ഇരുന്നു, ആലപ്പുഴയായിരുന്നു. അന്ന് പോലെ ഇന്ന് വരെ ആലപ്പുഴ എല്ലാ ആഴ്ചയിലും പ്രാവശ്യം പോകേണ്ടി വരും. അപ്പോൾ അവിടെ കാണുന്ന ഒരു ഭയങ്കര രസകരമായ അവസ്ഥയുണ്ട്. ആലപ്പുഴ കുറേ തോടുകളുണ്ടല്ലോ, നല്ല രസമുള്ള തോടുകളാണ്. അപ്പോൾ ആ തോടുകളൊക്കെ അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഇടയ്ക്കിങ്ങനെ ആഫ്രിക്കൻ പായൽ വന്ന് നിറയും. അപ്പോൾ മുനിസിപ്പാലിറ്റി അത് കുറേ ആൾക്കാർക്ക് വെള്ളം, ഇപ്പോൾ നമ്മുടെ കുട്ടനാടിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കുട്ടനാടിൻ്റെ ഉള്ളിലെ തോട്ടിലൊക്കെ പലയിടത്തും ആഫ്രിക്കൻ പായൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആലപ്പുഴ തോട്ടിലതുണ്ട്, അത് കോരാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അവരതെല്ലാം മെഷീൻ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ കോരി മാറ്റിയാലും അത് നല്ലൊരു പൈസ ചിലവുള്ള പരിപാടിയാണതേ. എന്നാലും അവർ മനഃപൂർവ്വമാണ് അല്ലേന്നറിയാൻ പാടില്ല, കുറച്ച് പായൽ ഏതെങ്കിലും പാലത്തിൻ്റെ വളവിന തിരുവിന അല്ലെങ്കിൽ നിഴലിൽ ഇട്ടേക്കും. ഇനി മനഃപൂർവ്വം ഇടുന്നതാണ്, അത് അറിയാതെ കിടന്നപ്പോൾ എന്ത് മനഃപൂർവ്വം ഇട്ടാലും മനഃപൂർവ്വം അല്ലാതെ കിടന്നാലും ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും പായൽ കൊണ്ട് തോട് നിറയും. പിന്നെ പായൽ വാരുന്നവർക്ക് അതൊരു വരുമാന മാർഗ്ഗമാണ്. അത് എത്ര 50 കൊല്ലമായിട്ട് കാണുന്ന കാഴ്ചയാണത്. അത് സ്ഥിരം വരുമാനത്തിൻ്റെ വകുപ്പാണത് ശരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ അവിശ്വാസം. നമ്മൾ എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും അവിശ്വാസത്തിൻ്റെ ഒരു കണിക എവിടെയും കിടപ്പുണ്ടാകും. ദൈവം അതുകൂടി മാറ്റാൻ എപ്പോഴും നോക്കും. ഇപ്പോൾ ഈ സെമിത്തോസിന് ഒരു അവിശ്വാസത്തിൻ്റെ കണിക ഉണ്ടല്ലോ, അതുകൂടി മാറ്റിയപ്പോഴേ ആ ഉടമ്പടി തൈലം തേച്ചപ്പോൾ അവർ സുഖപ്പെട്ട സത്യം അവരുടെ സാക്ഷി അവർ പറഞ്ഞു. ഞാൻ പറയണത് ഈ അവിശ്വാസത്തിനെ ട്രീറ്റ് ചെയ്യണതാണ് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അവിശ്വാസത്തെ കണ്ടുപിടിക്കുന്നതും അവിശ്വാസം ട്രീറ്റ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നീക്കുപോക്കില്ല വരുമ്പോൾ നിങ്ങൾക്ക് അവിശ്വാസിയാണോ, എവിടെയാണ് എൻ്റെ അവിശ്വാസം മറഞ്ഞ് കിടക്കണത് എന്ന് പരിശോധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് വെളിപ്പെടുത്തി തരാൻ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. മേരിനെ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലേ, രശ്മിയെ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലേ, ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കണില്ല, ഓർപ്പിച്ചും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഓർപ്പിക്കലാണ്. അവർ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഓരോരോ ദാനങ്ങളും ഓരോരോ പ്രസാദങ്ങളും നിറയാൻ വേണ്ടി കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ജിഷ മാർട്ടിൻ. ഞാൻ ആലുവ 8 ഏക്കർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 നവംബർ 23-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. 2019 മാർച്ച് വരെ ഇവിടെ വന്ന് പുതുക്കുകയും പിന്നെ എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ 2023 ഏപ്രിൽ 14-ാം തീയതി വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി. അത് വരാൻ കാരണം ഞങ്ങൾക്ക് കൊറോണ വന്നായിരുന്നു. 22-ലും 23-ലും കൊറോണ വന്നു. അപ്പോൾ ആകെ ഔഷധിയായിപ്പോയി. ഞാനാണ് ഏറ്റവും കൂടുതൽ ഔഷധിയായത്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്താൽ എല്ലാം ശരിയാവുമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോകണം, ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ ഏപ്രിൽ 14-ാം തീയതി ഇവിടെ വരികയുണ്ടായി. അങ്ങനെ ഉടമ്പടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കാരുണ്യപ്രവൃത്തിയും പത്രമൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ജൂലൈ 22-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഇവിടെ ഉടമ്പടി പുതുക്കിയ ശേഷം വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഒരു ശനിയാഴ്ചയാണ് ഞാൻ ഇവിടെ വന്നത്. ഞായറാഴ്ച വെളുപ്പിനെ എനിക്ക് മാതാവിൻ്റെ ഒരു ദർശനം ഉണ്ടായി. ക്യാൻസർ രോഗികളെ സന്ദർശിക്കാൻ പറഞ്ഞ് ഒരു ദർശനം ഉണ്ടായി. അതും വേറെ ഏതൊരു ഭാഷയിലായിരുന്നു. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു. അന്നേരമാണ് അമ്മ മാതാവ് പറഞ്ഞത്, നീ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ക്യാൻസർ രോഗികളെ സന്ദർശിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച എൻ്റെ കയ്യിലുള്ള പത്രമായിട്ട് ഞാൻ പോയി ക്യാൻസർ രോഗികളെ സന്ദർശിച്ചു. അങ്ങനെ പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്കൊരു മോനും മോളുമാണ്. മോൻ 19-ൽ +2 പാസ്സായ ശേഷം അവൻ പഠിക്കാൻ ചേർന്നിട്ടുണ്ടായില്ല. അങ്ങനെ 22-ൽ അവൻ ഡിഗ്രി വിവോക് എന്ന് പറഞ്ഞൊരു കോഴ്സിന് ചേർന്നു. പക്ഷെ ആദ്യമൊക്കെ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത്രയും വർഷത്തെ ക്യാമ്പായ കാരണം അവന് പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അമ്മ മാതാവുണ്ട്, മോൻ ധൈര്യമായിട്ട് പൊക്കോ. പരീക്ഷ സമയത്തൊക്കെ ഞാൻ തേനും തൈലമൊക്കെ തേച്ച് അവനെ പരീക്ഷയ്ക്ക് വിടാമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് സെം പരീക്ഷ എക്സാം വന്നു, റിസൾട്ട് വന്നു. അവൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി.
സെമ്മിൽ അവന് ഫസ്റ്റ് ക്ലാസ് കൊടുത്തു. ഇപ്പോൾ 2 വർഷം അവൻ്റെ കഴിയാൻ പോകുന്നു. അടുത്ത മാസം അവന് എക്സാമാണ്. അടുത്ത എൻ്റെ സാക്ഷ്യം, എൻ്റെ മോള് BSc നഴ്സിംഗ് വിശാഖപട്ടണം ആന്ധ്ര അവിടെ പഠിക്കുകയാണ്. ഇപ്പോൾ 4ാം വർഷമായി. അവൾക്ക് 2023 എനിക്ക് ആ സന്ദേശം കിട്ടിയതിൻ്റെ ആഗസ്റ്റ് 7-ാം തീയതി മോള് വിളിച്ചു, അമ്മേ ഞങ്ങൾക്ക് ഡെങ്കു പോസിറ്റീവാണ്, ഞങ്ങൾ 6 പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, പൈസ ഇട്ട് തന്നെ ഒന്നും പറഞ്ഞ് എൻ്റെ മോള് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പൈസ ഇട്ട് കൊടുത്തു. ആ വ്യാഴാഴ്ച അവൾ ഉച്ചയ്ക്ക് ഡിസ്ചാർജായി. എല്ലാവരേക്കാളും മുമ്പ് എല്ലാം നോർമലായി അവൾ ഡിസ്ചാർജായി ഹോസ്റ്റലിലേക്ക് പോയി. പക്ഷേ വൈകിട്ടായപ്പോഴത്തേക്കും എൻ്റെ മോൾക്ക് ഭയങ്കര ഛർദിയും വയറുവേദനയും. അപ്പോൾ ഇവർക്ക് ഫോൺ ചെയ്യാനോ ഞങ്ങളെ അറിയിക്കാനോ ഉള്ള ഇതൊന്നുമില്ല. ഭയങ്കര സ്ട്രിക്റ്റാണ് അവിടെ, സിസ്റ്റേഴ്സിൻ്റെയാണ്. ആഴ്ചയിൽ ഒരിക്കലാണ് അവർ ഫോൺ കൊടുക്കുകയുള്ളൂ, 1 മണിക്കൂറേ കൊടുക്കുകയുള്ളൂ. അപ്പം വേറൊരു കാര്യം ഞങ്ങളറിയുള്ള, അവൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, വെള്ളിയാഴ്ച ഒരു 6:30 ഇപ്പം വ്യാഴാഴ്ചയാണ് മോൾ ഇങ്ങനെ പറയണത്. അപ്പം ഞാൻ പറഞ്ഞു, മോൻ സിസ്റ്ററിനെ കണ്ടിട്ട് പറ, സ്കാൻ എടുക്ക്, എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം മോള് പറഞ്ഞു, നോക്കട്ടെ അമ്മേ, മാറുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു വിവരം അറിയണില്ല. വ്യാഴാഴ്ചയാണ് മോൾ വിളിച്ച് പറയണത്. വെള്ളിയാഴ്ച ഒരു 6:30 ആയിപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ജപമാല ചൊല്ലും. അപ്പം ഞാൻ ഒരു 6:30 വൈകിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം തീരാറിയായി. അപ്പോൾ ഞങ്ങൾക്കൊരു കോള് വന്നു സിസ്റ്ററിൻ്റെ. അവരുടെ അഡ്മിനിസ്റ്റർ സിസ്റ്ററിൻ്റെ കോളായിരുന്നു. സിസ്റ്റർ പറഞ്ഞു, മോളെ വീണ്ടും ഇവിടെ അഡ്മിറ്റാക്കി, പേടിക്കൊന്നും വേണ്ട, കൗണ്ടൊക്കെ കൂടിയിട്ടുണ്ട്. അവൾക്ക് സ്കാൻ എടുത്തു. സ്കാനിങ്ങിൽ ഫ്ലൂയിഡായിരുന്നു വയറ്റിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് വയറുവേദന വന്നതെന്ന് സിസ്റ്റർ പറയുകയുണ്ടായി. പക്ഷേ എന്താ പറയുക, ഞങ്ങൾക്ക് ഒന്നും അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ, അവളും അവിടെയും ഞങ്ങളും ഇവിടെയാണ്. അമ്മ ഏലിശ ഗർഭിണിയായി ഇപ്പോൾ പോയില്ലേ, സഞ്ചാരി മാതാവല്ലേ, അതുപോലെ എൻ്റെ മോക്കടെ അടുത്തേട്ട് പോവമ്മയെന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച്. അങ്ങനെ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ അമ്മ മാതാവ് എനിക്കൊരു ദർശനം തന്നു. ഒരു വരാന്ത, അതിൻ്റെ 2 സൈഡ് റൂമുകൾ, അങ്ങറ്റത്ത് ഗ്ലാസ്സുകളുള്ള കുറേ റൂമുകൾ. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ട്, എന്താണെന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ശനിയാഴ്ച 6 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഫോൺ കോൾ വന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, കൊച്ചിന് ക്രിട്ടിക്കലാണ്, വേറൊരു ഹോസ്പിറ്റലിലേക്ക് മോളെ മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ട്രെയിൻ നോക്കട്ടെ, ഞങ്ങൾ എങ്ങനെയും വരാമെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ട്രെയിന് വരരുത്, നിങ്ങൾ ഫ്ലൈറ്റിനായാലും എത്രയും പെട്ടെന്ന് എത്തണം, എത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് 2 പേർക്ക് പോകണമെങ്കിൽ ഫ്ലൈറ്റൊക്കെ എടുക്കണമെങ്കിൽ എത്ര രൂപ വരും? പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ആകെ നിസ്സാര പൈസ ഉണ്ടായുള്ളൂ. പക്ഷേ 1/2 മണിക്കൂറിനുള്ളിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് പോകാനുള്ള 28,000 രൂപയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾക്ക് റെഡിയായി. ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാവരോടും പ്രാർത്ഥന സഹായം തേടി എൻ്റെ പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞു, അവിടെയും പ്രാർത്ഥന സഹായം അപേക്ഷിച്ച് കുർബാനയ്ക്ക് നോയനിക്കൊക്കെ പൈസ പറഞ്ഞ് അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും പോയി. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറണേ. പക്ഷേ നമ്മുടെ മുന്നിൽ ആരോ നമ്മളെ നയിക്കുന്നു, ആരാന്നറിയില്ല, നമ്മളെ ആരോ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെല്ലുകയെന്ന് വെച്ചാൽ ഹൈദരാബാദ് കണക്റ്റഡ് ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ 4 മണിക്കൂർ ഡിലേ ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് മോക്കടെ അടുത്ത് എത്തണം, അതായിരുന്നു ഞങ്ങളുടെ ഇത്. ഞങ്ങൾ അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി. അവിടെയും മാതാവും ഞങ്ങൾക്ക് ആളെ ഒരുക്കി തന്നു. കാറിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ലിഫ്റ്റ് കയറാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. മോൾക്ക് ഇങ്ങനെ വയറുവേദന വരാൻ കാരണം മോള് വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റായി. അപ്പോൾ അവൾക്ക് പീരീഡ്സായി, അപ്പോൾ ബ്ലീഡിങ് ആയി. അപ്പോൾ കൂടെ ഉണ്ടായ കുട്ടി ഡ്രസ്സൊക്കെ എടുക്കാൻ പോണത് ഈ സിസ്റ്റർ കണ്ടു. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു എന്താ കാര്യമെന്ന്. അപ്പോൾ സിസ്റ്ററിനോട് ആ കുട്ടി പറഞ്ഞു ഇങ്ങനെയാ സിസ്റ്റർ കാര്യമെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്ററിന് എന്തോ തോന്നി. സിസ്റ്ററാണ് മോളെ കൊണ്ടുപോയി സ്കാനിങ് എടുത്തത്. ആ സിസ്റ്റർ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മോള് പറയാണ്, അമ്മേ നിങ്ങൾ എൻ്റെ ബോഡി ആയിട്ടാണ് വീട്ടിലേക്ക് പോവുക. കാരണം ഡോക്ടർ ഇതിന് കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഡിസ്ചാർജ് ചെയ്ത കുട്ടി വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അപ്പോൾ കൂടെയുള്ള നേഴ്സ് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് സാധാ വയറുവേദനയാണെന്നാണ് ആ നേഴ്സ് പറഞ്ഞത്. പക്ഷേ സിസ്റ്റർ ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ടായി. സിസ്റ്റർ മോളെ കൊണ്ട് സ്കാനിങ് എടുത്ത് ഇത് കണ്ടുപിടിച്ച് ഇതിനുള്ള മരുന്നെല്ലാം ചെയ്ത് മോൾക്ക് നല്ല സുഖം കിട്ടി, വയറുവേദനയൊക്കെ മാറി, മോള് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇവരിങ്ങനെ സ്റ്റുഡൻസൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് എന്തെങ്കിലും മരുന്ന് കൊടുത്തല്ലാതെ വേറെ ആരും ഇവരുടെ അടുത്തേട്ട് വരികയോ എന്തായെന്നൊന്നും അന്വേഷിക്കാറില്ല. പക്ഷെ അന്ന് രാത്രി ആ സിസ്റ്റർ
മോക്കടെ അടുത്ത് വന്ന് VPയും ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ എൻ്റെ മോള് പോയിക്കൊണ്ടിരിക്കുക. അപ്പം സിസ്റ്റർ മോളെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊന്ന് AC വരെ പോകാം, എണീക്കെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ അമ്മ മാതാവ് ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എനിക്ക് കാണിച്ചു തന്നത്. ഞങ്ങൾക്ക് മുമ്പേ പോയി അവൾക്ക് അവിടെ അമ്മ മാതാവ് റൂം ഒരുക്കുകയായിരുന്നു. അങ്ങനെ മോളെ AC മാറ്റി ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെയും കാത്ത് സിസ്റ്റർ, ഞങ്ങൾ ലിഫ്റ്റ് കയറാൻ നിന്നപ്പോൾ സിസ്റ്റർ അവിടെ നിൽക്കണു. അതും നല്ലൊരു നിമിത്തമായിട്ട് ഞാൻ കരുതി. അങ്ങനെ മോക്കടെ റൂം അവിടെ AC ചെന്നപ്പോൾ മോക്കടെ ചുറ്റും മഠത്തിലെ സിസ്റ്റേഴ്സ്, അവക്കടെ പ്രിൻസിപ്പിള്, ആ കോളേജിലുള്ള എല്ലാ സിസ്റ്റേഴ്സും നേഴ്സുമാരും എല്ലാം. ഞങ്ങൾ കണ്ട കാഴ്ചയെന്ന് വെച്ചാൽ അവൾ കട്ടിലേൽ എണീറ്റിരിക്കുകയാണ്. എണീറ്റിരുന്നിട്ട് 2 കൈയിലൂടെ അവൾക്ക് മരുന്ന് കയറ്റിയേക്കാണ്. യൂറിൻ പോവാനായിട്ട് ട്യൂബ് ഇട്ടേക്കണു. അപ്പം ഞാൻ മോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞൊരു ഉമ്മയെ കൊടുത്ത കാരണം എനിക്ക് അതിലും സങ്കടം വന്നത് അമ്മ മാതാവ് ആ സ്ഥലം എന്നെ കാണിച്ചു തന്നതാണ്. ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടുണ്ട്. അവിടെ ആക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് അന്ന് താമസിച്ചത്. പക്ഷേ ഇത് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി, ഭയങ്കര സന്തോഷം, കരയണം, എന്താ ചെയ്യേണ്ടത് അങ്ങനെ. അപ്പോൾ അവൾക്ക് ഹാർട്ട് ബീറ്റും VPയും കൂടണില്ല. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മേ പ്രാർത്ഥിക്കുക, അമ്മേ മരുന്നില്ലാതെ ഇതൊന്ന് കൂടാനായിട്ട് അമ്മ പ്രാർത്ഥിക്കുക. അപ്പം തേൻ, തൈലം ഇതൊക്കെ ഞാൻ കൊണ്ടുപോയിണ്ടായി. പിന്നെ അവക്കടെ സീനിയർ ചേച്ചിമാർ അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായി. അതൊക്കെ ഞങ്ങൾ കൊടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റത്തും നെഞ്ചിലൊക്കെ കൊടുത്തു. അപ്പോൾ രാത്രി ഞാൻ എന്നിട്ട് കാശുരൂപ അവക്കടെ നെഞ്ചിൽ വെച്ച്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായി, എൻ്റെ ദൈവം ഇത് നഷ്ടപ്പെടുമെന്ന്. പക്ഷേ രാവിലെ എണീറ്റ് അവളെ ഡ്രസ്സൊക്കെ ചെയ്യാൻ വന്നവർ അത് സ്റ്റാൻഡിലെടുത്ത് വെച്ചിട്ടുണ്ടായി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം നോർമലായി. മോളെ റൂമിലേക്ക് മാറ്റി. എന്നിട്ട് ഞങ്ങൾ ഒരാഴ്ച മോളെയും കൊണ്ട് എല്ലാവരും പറഞ്ഞു, മോളെ ഒരാഴ്ച വീട്ടിൽ കൊണ്ടുപോയി അവൾക്ക് വേണ്ട ഇവിടെ ഒരു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. പക്ഷേ അവളവിടെ നോക്കിയത്, ഞാൻ ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യങ്ങളും ഓരോ നിയോഗങ്ങൾ വെച്ച് ചൊല്ലും. സമ്പൂർണ്ണ ജപമാല ചൊല്ലും, അഖണ്ഡ ജപമാല ചൊല്ലും. അങ്ങനെ കുറേ നിയോഗങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ മോൻ ചോദിക്കാറുണ്ട്, അമ്മയ്ക്ക് എപ്പോഴും പ്രാർത്ഥനയുള്ളൂ എന്ന്. പിന്നെ എൻ്റെ മോൻ പറയാണ്, അമ്മ അന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയില്ലേ, അതുകൊണ്ടാണ് നമുക്ക് അവളെ തിരിച്ച് കിട്ടിയെന്ന് എൻ്റെ മോൻ പറയുകയുണ്ടായി. അപ്പം ഞങ്ങൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു ഡോക്ടറെ കാണിച്ചു. അവക്കടെ ഫുൾ ഫയലും നോക്കിയപ്പോൾ ആ ഡോക്ടർക്കും ഭയങ്കര അതിശയായി. കാരണം അവളെ ചികിത്സിച്ചത് ആർമിയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറായിരുന്നു. അത് അവരുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉണ്ട്, ആ ഡോക്ടറാണ്. അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞായിരുന്നു, പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന്. പക്ഷേ ആ ഡോക്ടറിൻ്റെ നിർബന്ധപ്രകാരം അവിടെ തന്നെ മോള് ചികിത്സിച്ച് ഇവിടെ വന്ന് ഞങ്ങൾ കാണിച്ചിട്ട് ഒരു കുഴപ്പമില്ല. പിന്നെ അവൾക്കൊരു ചെസ്റ്റിനൊരു വേദന, ഇൻഫെക്ഷനൊക്കെ വന്നു. അപ്പോൾ അത് എക്സ്റേയിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. CT ചെയ്തു, അതിൽ ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്, മരുന്നെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ടെൻഷനായി. കാരണം മെഡിക്കൽ ലീവ് ഒത്തിരിയായി. 3rd ഇയർ ഫസ്റ്റും സെക്കൻഡും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. വിഷമായിരുന്നു ഈ കോഴ്സ് പഠിക്കാൻ പോവാൻ. കാരണം പഠിച്ചെടുക്കുമോ എന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു +2 വരെ തമ്പുരാനെ എത്തിച്ചില്ല, ഇനിയും ഇത് എത്തിക്കും, മടിക്കാതെ നല്ലോണം പ്രാർത്ഥിച്ചോ. പരീക്ഷയാകുമ്പോൾ എന്നെ വിളിച്ച് പറയും, ഞാൻ എല്ലാ മക്കൾക്കും വേണ്ടി കോളേജിനെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അവൾക്ക് വിഷമമായി. ഈ തവണയും ജയിച്ചാൽ മതി എന്നായിരുന്നു. പക്ഷേ ഫസ്റ്റ് ക്ലാസ്സോടെ ഈ തവണ എൻ്റെ മോളെ മാതാവ് ഉയർത്തി. ഇപ്പോൾ അടുത്ത വർഷത്തോടുകൂടി കോഴ്സ് തീരാണ്. ഇപ്പോൾ മോൾ സുഖമായിരിക്കുകയാണ്. അവൾ അവരുടെ കോളേജിൽ നിന്ന് വേറൊരു സ്ഥലത്ത് അവരെ പോസ്റ്റിങ്ങിന് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു. പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു ദർശനം, ഈ ജാനുവരിയിൽ എനിക്കൊരു തലവേദനയും തൊണ്ടവേദനയും വന്നു. അപ്പോൾ ഞാനിങ്ങനെ തൈലവും തേനൊക്കെ കഴിച്ച് രാത്രി അപ്പോൾ വെളുപ്പിനെ ഞാൻ എണീക്കണത് വചനം പറഞ്ഞുകൊണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണോ ഇങ്ങനെയെന്ന്. അപ്പം ഞാൻ ചെരിഞ്ഞു കിടന്നപ്പോൾ ഈ അമ്മ മാതാവ് എൻ്റെ രൂപം, അതായത് ഹാഫും ഫുള്ളായിട്ടുള്ളത്, അത് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, ഹാഫും ഫുള്ളായിട്ടുള്ള രൂപം ഒരെണ്ണം താഴുമ്പോൾ ഒരെണ്ണം പൊങ്ങും. അതനുസരിച്ച് എൻ്റെ വചനം ഞാൻ സ്പീഡിനാക്കുമ്പോൾ അതനുസരിച്ച് മാതാവിൻ്റെ രൂപം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാഞ്ഞിട്ടായിരിക്കും, ഇതെനിക്ക് മാതാവ് കാണിച്ചു തന്നതായിരിക്കാം. എനിക്ക് കിട്ടിയ ദർശനങ്ങളൊന്നും ഞാൻ അധികം ആരോടും പറയാറില്ല. ഞാൻ എൻ്റെ മോനോട് മാത്രമേ പറയാറുള്ളൂ, അവന് നല്ല വിശ്വാസമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇത് കണ്ടു. പിന്നെ 4 വർഷമായിട്ട് എനിക്ക് അലർജി ഉണ്ടായിരുന്നു, തലവേദനയും ജലദോഷവും. ജലദോഷം എന്ന് വെച്ചാൽ ഒരു
5-6 ടൗൽ ഒരു ദിവസം മാറണം. അത്രയ്ക്ക് തലവേദനയും ജലദോഷമാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഈ രോഗം ഒന്ന് മാറ്റിത്തരോ, ഗുളിക എന്തോരമെന്ന് വെച്ചാൽ കഴിക്കുക. ഡോക്ടറെ കണ്ടു 3 മാസം, 2 മാസം, 1 മാസം. പക്ഷേ നവംബറിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം ആദ്യമായിട്ട് എൻ്റെ ഒരാവശ്യം ഞാൻ അതിൽ വെക്കണത്, അതിനകത്ത് ഞാൻ എൻ്റെ ഈ നിയോഗം എഴുതി. പിന്നെ ഇതുവരെയായിട്ടും ഞാൻ ഇന്ന് വരെ എൻ്റെ ഒരു ഗുളിക പോലും ഞാൻ ഇതിനായിട്ട് കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ പത്രം കൊടുക്കും, കാരുണ്യ പ്രവൃത്തി. പിന്നെ എൻ്റെ കഴിവിനനുസരിച്ച് പള്ളി പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴും അത് ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ചോദിക്കണേക്കാൾ മുമ്പ് തന്നെ ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. കഴിവിനനുസരിച്ച് ഞാൻ ചെയ്യും. പിന്നെ പ്രാർത്ഥനകളും മുടക്കാറില്ല. ജപമാലയാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ പള്ളിയിൽ വയ്ക്കണമായിരുന്നു. പിന്നെ ഞാൻ ഓരോ നൊവേനപ്പള്ളികളിൽ പോയി, പിന്നെ അന്ന് ആശുപത്രിയിലൊക്കെ പോയപ്പോൾ ഞാൻ പത്രമൊക്കെ കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തി പള്ളിയിൽ പോകുമ്പോൾ ഞാൻ പൈസ കൂട്ടി വയ്ക്കും. അങ്ങനെ ഒന്നിച്ചെൻ്റെ ഉള്ളിൽ എടുക്കാനില്ല. അപ്പോൾ കിട്ടണതൊക്കെ കൂട്ടി വെച്ചിട്ട് ഞങ്ങളുടെ പള്ളിയുടെ വാതിൽക്ക് 2-3 ചേട്ടന്മാരുണ്ട് കാലില്ലാത്തവർ. അത് അവർക്ക് ഞാൻ അങ്ങനെ കൊടുക്കും, എൻ്റെ കയ്യിലുള്ള കൊടുക്കും. പക്ഷെ ചിലപ്പോൾ ഞാൻ ബസ്സിനായിരിക്കും പോണേ. അപ്പം ഞാൻ എന്നിട്ട് ആ ചേട്ടനോട് പറയും, ചേട്ടാ ഞാൻ ഇതിൽ നിന്ന് വണ്ടിക്കാശ് എടുക്കാട്ടാ, എൻ്റെ കയ്യിൽ വണ്ടിക്കാശില്ല, ഞാൻ വണ്ടിക്കാശ് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ കയ്യിലുള്ള കാശൊക്കെ ഞാൻ ആ ചേട്ടന് കൊടുക്കുന്നത്. പിന്നെ ക്യാൻസർ രോഗിക്കായാലും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളുണ്ടായിരുന്നു, അമ്മച്ചിയുടെ സാരിയായിട്ടും നൈറ്റിയൊക്കെ ആയിട്ടും. അതൊക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ ഞാൻ കൊടുത്തു. വീട്ടിൽ വരുമ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മാതാവിനെ പറ്റി പറയും. അങ്ങനെ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അമ്മച്ചിയുടെ സാരി ആയാലും, അമ്മച്ചി മരിച്ചുപോയി, അമ്മച്ചിയും മാതാവിൻ്റെ ഒരു ജപമാല ഭക്തിയായിരുന്നു. ഒത്തിരി ജപമാല ചൊല്ലും. അങ്ങനെയാണ് ഞാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാത്ത നല്ല നല്ല സാരികളൊക്കെ ഉണ്ടായി. അതുപോലെ നൈറ്റികൾ, പിന്നെ പൈസയായിട്ടായാലും അങ്ങനെ ഒത്തിരി കഴിയുന്ന വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രാർത്ഥനയിൽ ഇത് വന്നിട്ടില്ല. പകലായാലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അധികം ജപമാലയാണ്, സമ്പൂർണ്ണ ജപമാല. ഒത്തിരി നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് മാധ്യസ്ഥം വഹിച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അവരുടെ സഹായം കിട്ടിയിരിക്കും. അത് എൻ്റെ മോക്കയുടെ കാര്യത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻഡു. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 ഏപ്രിലാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് 2 പ്രാവശ്യം ഈ അൾത്താരയിൽ വന്ന് നിൽക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു. ആദ്യമായിട്ട് 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്, 3 സാക്ഷ്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്നാമത്തെ എൻ്റെ തന്നെ രോഗസൗഖ്യമാണ്. കഴിഞ്ഞ മാസം 11-ാം തീയതി എനിക്ക് ഡെങ്കു ബാധിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അഡ്മിറ്റായിട്ട് ഞാൻ റൂമിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അറിയാത്ത ഒരാൾ എനിക്ക് റൂമിൽ കൃപാസനത്തിലെ പത്രം കൊണ്ടുവന്നു. അപ്പം ഞാൻ അഡ്മിറ്റ് ആവുമ്പോൾ എനിക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് 90,000 ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ഒത്തിരിയേറെ കുറഞ്ഞ് ഒരു 25,000 വന്നു. അപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇനി 20,000 ആയാൽ എന്തായാലും പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ഇച്ചിരി പേടിച്ചു. ആ സമയത്താണ് ഞാൻ ഉടമ്പടി കാശുരൂപം ധരിച്ചത്. ഉടമ്പടി കാശുരൂപം ധരിച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്നുള്ള ഓരോ ദിവസവും എൻ്റെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടാൻ തുടങ്ങി. അന്ന് ധരിച്ച അതിന് ശേഷം ഉച്ചതിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അതൊരു 30,000 പിന്നെ അതിന് ശേഷം അങ്ങനെ കൂടാനേ തുടങ്ങി. പിന്നെ അത് കുറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അതിലൂടെ തന്നെ ഉടമ്പടി കാശുരൂപം ധരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരിയേറെ സംരക്ഷണം നമുക്ക് പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെനിക്ക് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് നമുക്ക് ആവശ്യമുള്ള ഓരോ സമയത്തും നമുക്ക് മുൻപേ അമ്മ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അതെനിക്ക് പലപ്പോഴായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അമ്മ എന്നോട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഒരു ഭാഗോടമ്പടി 2 വർഷമായിട്ട് അത് പെൻഡിങ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ അത് തടസ്സമായിട്ട് നിന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഞാൻ വെച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പം എന്നിട്ടും ഒരു മാറ്റമില്ല. അങ്ങനെ അഭിപ്രായ ഭിന്നതയായിട്ട് ഇങ്ങനെ നിൽക്കുക. അവസാനം ഞാൻ വിചാരിച്ചു അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. എപ്പോഴാണോ അമ്മ
തരാൻ ഉദ്ദേശിക്കുന്നത്, അപ്പം കിട്ടിയാൽ മതി. അപ്പം പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാതെയായി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം, ഒരു ചൊവ്വാഴ്ച ദിവസം ഞാൻ യൂട്യൂബിൽ ജോസഫ് അച്ഛൻ്റെ ആരാധനാ സമയത്ത് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ പാടുന്നതായിട്ട് കാണിച്ചു. കേട്ടാലാരും വിശ്വസിക്കാത്ത കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു എന്ന് അതിൽ പാടി. ആ സമയത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പം അന്നത്തെ ദിവസമാണെങ്കിൽ ഒരു പ്രത്യേകത വെച്ചെങ്കിൽ അന്ന് ഈ ഭാഗോടമ്പടിയുടെ ഒരു ചർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഇത് ഓക്കെ ആവുമെന്ന്. അതിനുശേഷം ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി. അപ്പോൾ ആ ചർച്ചയിൽ എല്ലാ എഗ്രിമെൻറ്റും അവർ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് പെട്ടെന്നായിരുന്നു രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം നടന്ന് ഭാഗോടമ്പടി ഇപ്പം ഞങ്ങളുടെ പേരിൽ വസ്തു അത് കിട്ടുകയും ചെയ്തു, രജിസ്ട്രേഷൻ കഴിയുകയും ചെയ്തു. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഒരു മേജർ സർജറി കഴിഞ്ഞ് യൂറിത്രോപ്ലാസ്റ്റി കഴിഞ്ഞ്, അപ്പം അതിന് ഒത്തിരി പൈസ ചിലവുള്ള കാര്യമാണെന്ന് അറിയാലോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞ ഒരു എമൗണ്ട് അത് ആദ്യം അറേഞ്ച് ചെയ്ത് വെച്ചെങ്കിലും പല ആവശ്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നപ്പം അത്രയും തുക ഞങ്ങളുടെ കയ്യിൽ ഇല്ലാതെ വന്നുപോയി. അവസാനം ഡിസ്ചാർജ് ആവേണ്ട സമയമായപ്പം എനിക്ക് ആകെ കൂടി വിഷമായി തുടങ്ങി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഡിസ്ചാർജ് ബില്ല് അടയ്ക്കണം, അത്രയും കാര്യങ്ങൾ വന്നപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ എൻ്റെ കയ്യിൽ ഇത്ര രൂപയുള്ളൂ, ഡിസ്ചാർജ് ബില്ല് ഇതിനകത്ത് ഒതുക്കി തരണം, എന്നെക്കൊണ്ട് സാധിക്കില്ല, ഇനി ആരോടും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം അമ്മ അങ്ങനെ ഡിസ്ചാർജിൻ്റെ സമയമായപ്പോഴത്തേക്കും അമ്മ മാതാവ് എൻ്റെ കയ്യിലുള്ള എത്ര പൈസയാണോ അതിനേക്കാൾ ഒരു 20,000 രൂപ കുറവിൽ, അത്രയും പൈസ കുറവിലായിരുന്നു ഡിസ്ചാർജ് ബില്ല് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് എത്രയേറെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ നിന്ന് കിട്ടുന്നു. നമ്മൾ ആ ഒരു സമയത്ത് അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇതാണ് 3 കാര്യങ്ങൾ. പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കംപ്ലീറ്റ് ബൈബിള്, സമ്പൂർണ്ണ ബൈബിള് സ്ഥിരമായി വായിക്കാൻ തുടങ്ങിയത്. ഞാൻ ആദ്യം തുടങ്ങി അവസാനം വരെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വായിക്കാൻ തുടങ്ങിയത്, വിശ്വാസത്തോടെ ഓരോ അർത്ഥങ്ങളും മനസ്സിലാക്കി വായിക്കാൻ തുടങ്ങിയത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറ്, രോഗി സന്ദർശനം ചെയ്യാറുണ്ട്. അതുപോലെ എന്നെക്കൊണ്ട് കഴിവിനനുസരിച്ച് ഞാൻ അനാഥാലയത്തിലും അതുപോലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ സാമ്പത്തികമായി സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചുറ്റുപ്രദേശത്ത് നമ്മൾ അറിയുന്നവരും അറിയാത്തവരും ആയിട്ടുള്ള ഒത്തിരി പേര് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞാൻ ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അതേപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞാൻ ഇവിടുത്തെ കൃപാസനത്തിലെ പത്രം ഞാൻ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൊടുക്കാറ്. കൂടുതലും ചുറ്റുപ്രദേശത്തുള്ള നോൺ ക്രിസ്ത്യൻസിനും എല്ലാവർക്കും കൊടുക്കാറുണ്ട്. വീടുകളിൽ പോയി അവരെ കണ്ട് സംസാരിച്ച് അവർക്ക് പ്രാർത്ഥിച്ച് നമ്മൾ പത്രം കൊടുക്കാറാണ് പതിവ്. ഈ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, ഇതല്ലാതെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാവരും ഒരു കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്, അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ വിട്ടുകൊടുത്തേക്കാണ്. ഞാൻ ഒക്ടോബറിൽ റിസിഗ്നേഷൻ ചെയ്തിട്ട് സൗദിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം അന്ന് പോരണ സമയത്ത് എനിക്ക് ഒരു സൗദിയുടെ തന്നെ MOHൽ ജോലി ഓഫർ ലെറ്ററൊക്കെ കിട്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ 2 പ്രാവശ്യം മെഡിക്കൽ കഴിഞ്ഞിട്ടും ഇപ്പം നാളെയാണ് മെഡിക്കലിൻ്റെ ലാസ്റ്റ്, രണ്ടാമത്തേൻ്റെ നാളെയാണ് മെഡിക്കലിൻ്റെ എക്സ്പയറി ഡേറ്റ് കിടക്കുന്നത്. എങ്ങനെയാവും എന്തോന്നും അറിയത്തില്ല. എന്നാലും ദൈവത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. നമുക്ക് പ്രതിസന്ധികൾ ഒത്തിരി വരുമ്പോഴും അമ്മയെ മുറുകെ പിടിക്കുമ്പോൾ നമുക്കത് തരണം ചെയ്യാനുള്ള ശക്തി എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ എന്തിനും അമ്മ കൂടെ ഉണ്ടായിട്ടുണ്ട്.